ശില്പശാസ്ത്രം ജഗതീശ്വരനെ ദൈവമേ സകല കൃപാവരനെ മഹിയിൽ ഉടയവനെ പരനെ പ്രണമിക്കുന്നു. എന്താ വിജയനെ? അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മെ പൂർണ്ണമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെയാണ്, നിനക്ക് ഇത് കഴിവില്ല, അല്ലെങ്കിൽ നിനക്ക് പൊക്കം കുറവാണ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മോട് സ്നേഹമുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് വലിയ വേദനയായിട്ട് അനുഭവപ്പെടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മെ തന്നെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ മറികടക്കണം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ അക്ഷര വായനശാല ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനു വേണ്ടി യത്നിക്കുന്ന സാജു അടക്കമുള്ള വർഗീസേട്ടൻ അടക്കമുള്ള എല്ലാവർക്കും, അതുപോലെ ജിനി അടക്കം എല്ലാവരും, ഈ ഭവനം അടക്കം എല്ലാവരോടും വളരെയധികം സ്വാഗതം പറയുകയാണെങ്കിലും നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു ലൈബ്രറി ഇവിടെ എത്തിപ്പെട്ടു. അതിൻ്റെ എല്ലാം നെടുന്തൂണായിട്ട് സേനയുണ്ട് എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് വായിച്ചു തുടങ്ങുന്നത് തന്നെ. ആ ഒരു സംശയം മനസ്സിൽ വെച്ചിട്ടാണ്. പക്ഷെ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്കറിയാവുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ദഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയിൽ നമുക്കെല്ലാം വായിച്ചു മനസ്സിലാക്കാൻ പറ്റാവുന്ന, നമ്മുടെ ചുറ്റും പുറം കാണുന്ന ചില ജീവിതങ്ങൾ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഒറ്റ ഫോൺ കോളില്, നേരം തെറ്റിയുള്ള മദ്യപിച്ചിട്ടുള്ള ഒറ്റ ഫോൺ കോളില് വല്ലാതെ ട്രോമയിലേക്ക് ആവണം പെൺകുട്ടി. അതായത് ഒരു മനുഷ്യനെ, അച്ഛനെ പോലെയുള്ള ഒരു മനുഷ്യനെ വിശ്വസിച്ചിട്ട് തകർന്നു പോകുന്ന ഒരു വലിയ അവസ്ഥ. അതും എന്താണ് നമ്മൾ ജീവിതത്തിൽ ഫേസ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകള്, എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിച്ചു വിവാഹം കഴിയുന്ന വരെയാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രേമത്തിൽ പെടുമോ, അല്ലെങ്കിൽ പ്രായം തെറ്റി അങ്ങനെ വീട്ടിൽ നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ള ചിന്താഗതി, അതിനുള്ള ബോധമൊന്നും ഉണ്ടായില്ല. 20 വയസ്സായിട്ടേക്കും കെട്ടിച്ചു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, വിവാഹത്തിന് ശേഷം കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതിഥി എന്ന് പറയുന്ന പെൺകുട്ടി ബാംഗ്ലൂർ നഗരത്തിൽ ഒറ്റപ്പെട്ടു വന്നപ്പോൾ ഒരുപാട് അന്തർലീനമായി കിടക്കുന്ന കുറേ പ്രശ്നങ്ങളും വിഷയങ്ങളും ഭൂതകാലങ്ങളും സങ്കടങ്ങളും അവൾക്കുണ്ട്. എന്നാലും അവൾ ഇൻഡിപെൻഡൻ്റായി ജോലി ചെയ്യാമെന്ന നല്ലൊരു ലേഡിയാണ്. വളരെ സങ്കുചിതമായിട്ട്, എനിക്ക് വളരെ തകർന്ന മനസ്സോടും സ്വസ്ഥതയില്ലായ്മയും കൂടി വരുന്ന ഒരു ലേഡിയാണ് അതിഥി. പക്ഷെ അവിടെ വന്നപ്പോൾ അവൾക്ക് മറുഭാഷയിൽ പെട്ടതാണെങ്കിലും സാക്ഷി എന്ന് പറയുന്ന നല്ലൊരു സുഹൃത്തിനെ കിട്ടുന്നു. അവളുടെ സുഹൃത്തായ അനശ്വരമായിട്ട് കമ്പനിയാകുന്നു. യാദൃശികമായിട്ട് കാണുന്ന ദേവുവിനെ അവൾ പരിചയപ്പെടുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ അവൾ കടന്നു പോകുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവൾ ജോലി സ്ഥലത്തെത്തുമ്പോൾ ഒരു കുട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശരിക്കും എന്നോട് എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 വയസ്സിൽ ഞാൻ എന്ത് തീരുമാനം എന്നെക്കുറിച്ച് എടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും തന്നെ എടുത്തിട്ടില്ല. എന്തെല്ലാം ലോക വീക്ഷണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതിഥിക്ക് 23-ാമത്തെ വയസ്സിൽ ഇത്രയും വലിയ തീരുമാനം, സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുവാനുള്ള, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കറേജ് അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ ഈ ട്രോമയെല്ലാം കടന്നു പോകുന്നത് കൊണ്ടാണെന്ന്. ഇപ്പൊ നമുക്കറിയാം, അവളുടെ വീട്ടിൽ നിന്നും അവൾക്കൊരു സപ്പോർട്ടില്ല. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് അവളെ പ്രാപ്തി ആക്കിയത് അവൾ ഈ കടന്നു പോകുന്ന ട്രോമയിലൂടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാതാപിതാക്കളുടെ ഇടയിൽ വല്ലാതെ വീർപ്പ് കൂട്ടുന്ന കുട്ടികളെ പറ്റിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അതിഥി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് തനിക്ക് താൻ വിചാരിക്കുന്ന പോലെ പറ്റാത്തതിനാൽ ജോലിക്കായി ബാംഗ്ലൂർക്ക് പോകുന്നു. അവിടെ വെച്ച് തൻ്റെ അകന്ന ബന്ധത്തിലുള്ള ആൻറ്റിയെയും അങ്കിളെയും കാണുന്നു. അവരാൽ ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടെ ഉള്ളിൽ അവർ തമ്മിലുള്ള അകൽച്ച അവർക്ക് മനസ്സിലാകുന്നു. ഇതിനുള്ളിൽ അവർക്ക് ഒരു മകളുണ്ട്, ഷാലു. അവരുള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടുകയാണ് ആ കുട്ടിയെ. അത് കുറവാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും
സ്ത്രീയും പുരുഷനും എന്നുള്ളതല്ല, സ്ത്രീയും പുരുഷനും തമ്മിൽ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ പഴയ കാലത്ത് അത് അത്രയും കിട്ടിയിരുന്നില്ല. പിന്നെ ഈ ഇതിനകത്ത് കാണുന്നത് ചിറ്റ. അപ്പം എനിക്ക് അത് വായിച്ചിട്ടുള്ളത് പോലെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. എവിടെയൊക്കെയോ കേട്ടിട്ടുള്ളത് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞത് ബോഡി ഷേമിങ്, കലഹരണപ്പെട്ട പ്രവണത എന്ന് പറയുമ്പോൾ, ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നത്. ഇപ്പോൾ കുറവുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതെയായിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ നിറത്തിൻ്റെ പേരിൽ ശരീരഭാരം, ഉയരം, പൊക്കം, അങ്ങനത്തെ പല തരത്തിലുള്ള ബോഡി ഷേമിങ്ങുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും അത് പല രീതിയിലാണ് അത് ബാധിക്കുന്നത്. ചിലർക്കത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർ ക്യാഷ്വലായിട്ട് അതിനെ വെറുതെ വിടും, അതിനെ മറികടക്കും. എന്നാൽ ചിലർ അത് വല്ലാതെ തന്നെ ബാധിക്കും. അവർക്കത് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, അതുപോലെ ദുഃഖങ്ങളും കാര്യങ്ങൾക്കൊക്കെ കാരണമാകും. അവർ വല്ലാതെ അത് ഹെർട്ട് ചെയ്യും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഉണ്ടാവണം. ചുറ്റും നിൽക്കുന്നവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിലും പിന്നെ അവരുടെ ഒരു കൈത്താങ്ങിലുമൊക്കെ അവള് ആത്മവിശ്വാസം ആർജിച്ച് അതിനെയെല്ലാം മറികടന്ന് വരുന്നുണ്ട്. അതിഥിക്ക് ദേവുവിനെ നന്നായിട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഒരു ഇതിലൂടെ ട്രോമയിലൂടെ അവള് കടന്നു പോയതാണ്. ആ ട്രോമയിൽ നിന്നെല്ലാം അവള് കടന്നു വന്നതാണ് അവളെ നല്ല ഒരു 23 വയസ്സുള്ള നമ്മളോട് തന്നെ പോയ നിറം ഒന്ന് നന്നായിട്ട് പെയിൻറ് ചെയ്ത് ഭംഗിയാക്കി ഓർമ്മകൾക്ക് ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തി പ്ലാനുകളൊക്കെ ഒന്ന് മാറ്റി വരച്ച് നമുക്ക് നമ്മോട് തന്നെ ഉത്തരവാദിത്തം ഉണ്ടാവണം. നമുക്ക് നമ്മെ തന്നെ ബലപ്പെടുത്തണം എന്നാണ് ഈ നിന്നാൽജയുടെ ബുക്ക് വായിച്ചതിന് എനിക്ക് കിട്ടിയ ഒരു ആശയം. അത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം.